കേളകം ഇന്റിമേറ്റ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ റവറാൻ ഫാദർ ഗീവർഗീസ് കോർ എപ്പിസ്കോപ്പ മെമ്മോറിയൽ സ്വാതന്ത്ര്യ സമര ചരിത്ര കിസ് മത്സരം സംഘടിപ്പിച്ചു. കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കിസിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 130 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുട്ടികളിൽ ചരിത്രബോധം വളർത്തുക, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, ദേശസ്നേഹം വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കിസ് മത്സരം സംഘടിപ്പിച്ചത്. ഓരോ വിഭാഗത്തിലും 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് ഉപഹാരങ്ങൾക്കൊപ്പം 1000, 750, 500 രൂപ വീതം പ്രൈസ് മണിയും സമ്മാനിച്ചു. സമ്മാനദാനം പൈലി വാത്യാട്ട് നിർവഹിച്ചു. വിജയികൾക്ക് പ്രത്യേക അഭിനന്ദനം. സെന്റ് തോമസ് HSS കേളകം. വിജയികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാര് തന്നെ പലരും സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ജനിച്ചവരാണ് എന്ന് നമുക്കറിയാം. ഞാൻ ഓർക്കുന്നതൊരു കാര്യമാണ്, ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ധീര ദേശാഭിമാനികൾ പൂനെയിലെ ആർവാഡ ജയിലിലായിരുന്നു താമസിച്ചിരുന്നത്. അവരെ താമസിപ്പിച്ചിരുന്നു. പൂനെയിലെ ആർവാഡ ജയിലിന്റെ തൊട്ട് മുന്നിലാണ്, ഒരു റോഡിന്റെ മറുവശത്തായിട്ടാണ് അഗാഖാൻ പാലസ് നിലകൊള്ളുന്നത്. അഗാഖാൻ പാലസിൽ എനിക്ക് 2 തവണ പോകാനുള്ള ഭാഗ്യം ലഭിച്ചു. അഗാഖാൻ പാലസിലായിരുന്നു ഗാന്ധിജി അവസാനം രാഷ്ട്രപിതാവ് ഗാന്ധിജി അവസാനമായിട്ട് തന്റെ ജയിൽവാസം അനുഭവിച്ചത്. വീട്ടുതടങ്കലിലായിട്ടാണ് അദ്ദേഹം അവിടെ ജയിൽവാസമായിട്ട് കിടന്നത്. അതിനൊരു പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ കസ്തൂർബ ഗാന്ധി ഗുരുതരമായ രോഗം ബാധിച്ച് മരണത്തോടെ. ST രാജേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. NI ഗീവർഗീസ്, TG സുരേന്ദ്രൻ, തങ്കച്ചൻ കപ്പിലാമുറി, പുഷ്പ തങ്കച്ചൻ, റോയി മുഞ്ഞനാട്, CJ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം.